തിരുദൂതർ പറഞ്ഞത്. നമ്മള് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഹജ്ജ് കിട്ടും. ഇപ്പൊ തന്നെ ഉറപ്പിച്ചോളൂ, ഹജ്ജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടില്ലെങ്കിലും ഹജ്ജ് കിട്ടിക്കഴിഞ്ഞു. ആ സമാധാനത്തിൽ പോയാൽ മതി, എന്നാൽ മതി. അപ്പൊ ലക്ഷ്യത്തിൽ നിന്ന് ഒട്ടും തെറ്റാതെ അതിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതിലെ ആത്മാവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, നമ്മൾ ഈ പോകുന്നത് ഏറ്റവും പവിത്രമായ മണ്ണിലേക്കാണ്. ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ മണ്ണെന്ന് പറയുന്നത് കഅബ സ്ഥിതി ചെയ്യുന്ന മക്കയാണ്, മക്കയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിമക്കത മുബാറകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഭൂമിയിൽ ആദ്യമായി മനുഷ്യന് ആരാധിക്കാൻ വേണ്ടി വെക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട ഭവനം മക്കയിലുള്ള ആ കഅബാലയമാണ്, ആ ബൈത്താണ്. അത് മുബാറകൻ, അത്യധികം അനുഗ്രഹീതമാണ് എന്നാണ്. അപ്പോ എന്താണ് മക്ക? എന്താണ് മക്ക? മക്ക എന്നാൽ കഅബ നിലനിൽക്കുന്ന തറയാണ്, അതിന്റെ ഭൂമിയാണ്. കഅബ നിലനിൽക്കുന്ന ആ ഭൂമിക്കാണ് മക്ക എന്ന് പറയുന്നത്. അതിന്റെ ചുറ്റുവട്ടത്തുള്ള നാടിന്റെ പേരാണ് മക്ക. മക്കൾക്ക് മക്ക എന്ന് പേര് പറയാറുണ്ട്, പക്ഷെ ഏറ്റവും സൂക്ഷ്മമായിട്ട് അതാവട്ടെ ആ മക്കയാവട്ടെ കഅബയാകട്ടെ, ഇത് 6 ഭൂഖണ്ഡങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഡോക്ടർ ഹുസൈൻ കമാൽ എന്ന് പറയുന്ന മുസ്ലിം ശാസ്ത്രജ്ഞൻ ടോപ്പോഗ്രഫിയും ഉപകരണങ്ങളും വെച്ച് മക്കയിൽ നിന്ന് കഅബയിൽ നിന്ന് 6 ഭൂഖണ്ഡങ്ങളിലേക്ക് അളവ് നടത്തിയപ്പോ സെന്റർ പോയിന്റിലാണ് കഅബ ഉള്ളത്. അപ്പോ അത്ര പ്രാധാന്യമായ സ്ഥലമാണ്. ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം അത് മക്കയാണ്, മക്കയാണ്. കഅബ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ വെക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണ്. അതൊരു അതുല്യ ദൃഷ്ടാന്തമാണ്. ഏകദേശം 14 മീറ്റർ ഉയരവും 12.84 വീതിയുമുള്ള ഒരു പ്രത്യേകമായ ക്യൂബ് ആണ് കഅബ. ക്യൂബ് രൂപത്തിലുള്ളത് കൊണ്ടാണ് ഇതിനെ കഅബ എന്ന് കൂടി പറയുന്നത്. ഇത് ഇസ്ലാമിന്റെ കേന്ദ്രമാണ്, തൗഹീദിന്റെ കേന്ദ്രമാണ്, തവാഫ് അനുവദിക്കപ്പെട്ട ഇടമാണ്. വഇദ് ജഅൽനൽ ബൈത മതാവതൻ ലിന്നാസി വഅംന. കഅബയെ നമ്മൾ ഒരു കേന്ദ്രമാക്കിയിട്ടുണ്ട്, അതോടൊപ്പം ഒരു സുരക്ഷിതത്വത്തിന്റെ ഗേഹവും ആക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കേന്ദ്രമായി നിശ്ചയിച്ചതാണ് കഅബാലയം. അത് മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിന്റെ കേന്ദ്രമാണ്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. മാനവരാശിയുടെ ജനതയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാക്കി അല്ലാഹു കഅബയെ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പുമായി കഅബക്ക് ബന്ധമുണ്ട്. അത്തരം ശാസ്ത്രീയ കാര്യങ്ങളിലേക്ക് അധികം പോകാൻ നമുക്കിവിടെ സമയമില്ല. ഏതായിരുന്നാലും ഹറം എന്ന് പറയുന്ന മക്കയും മസ്ജിദുൽ ഹറാമും കഅബയുമുള്ള സ്ഥലം മലക്കുകളുടെ കാവലിലാണ്. ആർക്കും അതിനെ ആക്രമിക്കാനോ ഇല്ലാതെയാക്കാനോ നശിപ്പിക്കാനോ ഡ്രോണുകൾ വിട്ട് തകർക്കാനോ സാധ്യമല്ല. അക്കാര്യം മലക്കുകൾ നോക്കിക്കൊള്ളുന്നു. ദജ്ജാൽ എവിടെ പോയാലും അവന് വരാൻ കഴിയാത്ത ഇടമാണ് കഅബാലയവും മസ്ജിദുൽ ഹറാമും. ഇതിനെ മസ്ജിദുൽ ഹറം എന്നും മസ്ജിദുൽ ഹറാം എന്നും പേരുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ പലതും ഹറാമായതുകൊണ്ടാണ് അത് ഹറമായത്. അവിടെ വെച്ച് കൊലപാതകം പാടില്ല, ജീവികളെ കൊല്ലാൻ പാടില്ല. മരം പോലും ഒരു ജീവിയാണ്, മരത്തിന്റെ ഒരു കൊമ്പ് ഒടിച്ചു കളയാൻ പാടില്ല ഹറമിൽ. ഹറം വിശാലമാണ്. അപ്പോ പല കാര്യങ്ങൾ ഹറാമാകുമ്പോൾ ആ പ്രദേശത്തായി ഹറമായി. അതുകൊണ്ടാണ് 2 പേരിലും അത് അറിയപ്പെടുന്നത്. ഈ കഅബക്ക് ചുറ്റും മക്കക്ക് ചുറ്റും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ആയാത്തുകളുണ്ട്. മനാഫിഉൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് മശ്ഹദുകൾ, കാഴ്ചാ പ്രധാനമായ സ്ഥലങ്ങളുണ്ട്. ഒരുപാട് മഖാമാത്ത്, ആരാധനാലയത്തിന്റെ ആരാധനകളുടെ ഇടങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നു, മക്ക
മക്ക ഉദ്ദേശിച്ച് യാത്ര ചെയ്യുന്നവരെയാണ് നമ്മൾ ഹാജ് എന്ന് പറയുന്നത്. ഹാജ എന്ന് പറയുന്നത് ഉദ്ദേശിച്ച് യാത്ര ചെയ്യുന്നവൻ. വലില്ലാഹി ഹിജ്ജുൽ ബൈത്തി, അതിൽ നിന്നാണ് ഹജ്ജ് വന്നത്. മനുഷ്യർക്ക് ബൈത്തിനെ ഉദ്ദേശിച്ച് യാത്ര പോവുക എന്നത് അല്ലാഹുവിനുള്ള കടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഹിജ്ജുൽ ബൈത്ത്, ഒരു ഭവനം ഉദ്ദേശിച്ച് യാത്ര പോകലാണ് ഹജ്ജ്. അങ്ങനെ പോകുന്ന ആണിന്റെ പേരാണ് ഹാജ്, പെണ്ണിന്റെ പേരാണ് ഹാജ. നിങ്ങളിപ്പോ ഹാജന്മാരാണ്, ഹാജന്മാരാണ്. പേരിന്റെ കൂടെ ഒന്നും അത് സ്ഥിരമായി ചേർക്കണ്ട. നമസ്കാരെയും നോമ്പുകാരെയും ഒന്നും ചേർക്കാത്തതുപോലെ അങ്ങനെ ചേർത്ത് കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഹാജിമാരും ഹാജമാരും ആണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ പോകുന്നത് തന്നെ മഗ്ഫിറത്താണ്, പാപങ്ങൾ പുറത്തു കിട്ടുന്ന കാര്യമാണ്. ഹജ്ജിനെ ഉദ്ദേശിച്ച് പോകുന്നത് തന്നെ മഗ്ഫിറത്താണെന്ന് മാത്രമല്ല, ഒരു കാലടി ഹസനത്തും മറ്റൊരു കാലടി മഗ്ഫിറത്തുമാണ്. ഹജ്ജിന് പോകുമ്പോ വിമാനത്തിലാകാം, കപ്പലിലാകാം, ആ ഓരോ അടികൾ വെച്ചാണ് കൂലി. ഒരടി നമ്മൾ മക്കയിലേക്ക് കാലടി വെക്കുമ്പോ അത് ഒന്നാമത്തത് ഒരു പുണ്യം രേഖപ്പെടുത്തും, രണ്ടാമത്തെ കാലടിയിൽ ഒരു പാപമോചനവും രേഖപ്പെടുത്തും. ഇത്ര പുണ്യമുള്ള വേറെ ഏതെങ്കിലും യാത്രകൾക്കുണ്ടോ? പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഇടമാണ് കഅബാലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹജ്ജിന്റെ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. എന്നല്ല, അവിടെ നമ്മൾ ഏത് കർമ്മം ചെയ്താലും മറ്റിടത്ത് കർമ്മം ചെയ്യുന്നതിനേക്കാൾ പുണ്യമുള്ള ഇടം കൂടിയാണ്. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയുടെ പേരിൽ ഒരു സലാത്ത്, സലാം, തഹ്ലീൽ, തസ്ബീഹ്, തജ്ലീൽ, തഹ്മീദ്, തക്ബീർ എന്ത് പറഞ്ഞാലും അവിടെ പ്രത്യേകമായ വിലയുണ്ട്. ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വലിയ ഒരു ചാക്ക് തന്നെ കൊണ്ടുപോയിപ്പോൾ, ആരും കാണാത്തൊരു ചാക്ക്, ഈ ചാക്ക് നിറച്ചും തസ്ബീഹും തഹ്ലീലും സലാത്തും സലാമും മക്കത്ത് ചെയ്യും. വേറെ എവിടെന്നും കിട്ടാത്ത പുണ്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൊണ്ടുവരാം. തിരിച്ചു പോരുമ്പോൾ വിമാനത്തിലൊന്നും ആ ചാക്ക് കൊള്ളരുത്. കപ്പലിൽ വേണമെങ്കിൽ നിങ്ങൾ പാർസലാക്കിക്കൊള്ളു. പക്ഷെ അതാരും കാണുന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഇനി മക്കത്ത് വെച്ച് ആരെങ്കിലും മരിച്ചാൽ ആത്മഹത്യ ചെയ്യരുത്, സ്വർഗമാണ്. മക്കത്ത് വെച്ച് മരിച്ചാൽ സ്വർഗമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ആത്മഹത്യ ചെയ്താൽ നരകമാണ്. സ്വാഭാവികമായി മരിച്ചാൽ സ്വർഗമുണ്ട് എന്നതാണ്. ഒരുപാട് പാകിസ്ഥാനികൾ മദീനയിൽ വന്ന് കൂടുന്നുണ്ട്, നാടും വീടും വിട്ടിട്ട് അവിടെ മരിച്ചാലും സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മക്കളെയും കുട്ടികളെയും വിട്ട് അവിടെ വന്ന് കൂടി സ്വർഗം അയാൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ? ഇനി മറ്റൊന്നിന് അല്ലാഹു എന്ത് ശിക്ഷയാണ് കൊടുക്കുക എന്ന് കൂടി കൂട്ടത്തിൽ ആലോചിക്കേണ്ടത് വേറെ ഒരു വിഷയമാണ്. ഏതായിരുന്നാലും നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമസ്കാരത്തിന് 1,00,000 ഇരട്ടി പുണ്യം. മക്കത്തെ പള്ളിയിലെ, മസ്ജിദുൽ ഹറാമിലെ പള്ളിയിലെ നമസ്കാരങ്ങൾക്ക്, റക്അത്തുകൾക്ക് മറ്റിടങ്ങളിലെ നമസ്കാരങ്ങളെക്കാൾ 1,00,000 ഇരട്ടി പുണ്യം ഓരോ നമസ്കാരത്തിലും നമുക്ക് ലഭിക്കാം. ഒരൊറ്റ വക്തും ഒരു നിലക്കും വൈകാതെ ഹറമിൽ നമസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി ആരെങ്കിലും ഹറമിൽ വെച്ച് എന്തെങ്കിലും കുറ്റം ചെയ്താൽ കഠിന ശിക്ഷ ഉടനടി കൊടുക്കും എന്നാണ്, അപ്പോൾ കിട്ടും എന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മക്കത്ത് ഹജ്ജിനിടയിൽ എന്ത് വീട് കിട്ടിയാലും എടുക്കാൻ പാടില്ല. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, അത് പോലീസുകാർ ശ്രദ്ധിച്ചോളും. ഇനി വളരെ വിലപ്പെട്ടതാണെങ്കിൽ എടുക്കുക, പോലീസിനെ ഏൽപ്പിക്കുക, സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല. ഏതായാലും ഒരു വെള്ളക്കുപ്പിയല്ലേ, എനിക്കാണത് അയക്കുന്നുണ്ട്, അതുപോലെ എടുക്കാൻ പാടില്ല. ആ കാര്യങ്ങളും കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. മക്കത്ത് അല്ലാഹുവിന്റെ ഭവനത്തില്, മസ്ജിദുൽ ഹറാമില്, കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്തില് എല്ലാവർക്കും അല്ലാഹു തുല്യാവകാശം രേഖാപരമായി തന്നിട്ടുണ്ട്. വൽ മസ്ജിദുൽ ഹറാമില്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൻ അൽ ആകിഫു ഫീഹി വൽ ബാദ്. അൽ ഹജ്ജിലെ 25ാമത്തെ സൂക്തം അല്ലാഹു പറയുന്നു, മസ്ജിദുൽ ഹറാമിനെ നമ്മൾ എല്ലാ ജനങ്ങൾക്കും തുല്യ അവകാശമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ആകിഫു സ്വദേശിയാവട്ടെ, വൽ ബാദ് പരദേശിയാവട്ടെ. സ്വദേശിക്കും വിദേശിക്കും തുല്യ അവകാശമുള്ള
മസ്ജിദുൽ ഹറാമിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് മക്കയുടെ കഅബയുടെ മസ്ജിദുൽ ഹറാമിന്റെ ഈ പുണ്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഹജ്ജ് ആത്മീയ ചൈതന്യത്തോടു കൂടി നിർവഹിക്കാൻ സാധിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഖൽബാണ് കഅബ. നമ്മുടെ ശരീരത്തിൽ ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു സംഗതി ശരീരത്തിന്റെ വ്യത്യസ്തമായ ഞരമ്പുകളിൽ നിന്ന് അശുദ്ധ രക്തത്തെ വലിച്ചു കൊണ്ടുവന്നു. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞു വരുന്നു. അത് അവിടെ വെച്ച് ശുദ്ധീകരിച്ച് അടുത്ത ശ്വാസത്തിൽ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ശുദ്ധീകരിച്ച രക്തം. അതുപോലെ ലോകത്തിന്റെ പല മുക്കുമൂലകളിൽ നിന്ന് വിശ്വാസികളെ വലിച്ചെടുത്ത് കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്തിലേക്ക് തവാഫിലേക്ക് കൊണ്ടുവന്ന് ചക്കിലിട്ട് ആട്ടുന്നത് പോലെ ആട്ടി ശുദ്ധമാക്കി ആ വിശ്വാസികളെ അതേ ഞരമ്പുകളിലൂടെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തിലേക്കും തിരിച്ചയക്കുന്ന പ്രോസസിന്റെ പേരാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഇതുവരെ ഉറങ്ങുന്നില്ല. ഇനി ആരെങ്കിലും ഒരാൾ ഉറങ്ങിയാൽ എന്റെ കണ്ണിൽ പെടാതിരിക്കില്ല. കാര്യം അവര് ശ്രദ്ധിക്കണം. അതെ. അപ്പൊ വിഷയം എന്താ അറിയോ? കണ്ണടച്ചാലും ഇത് ആസ്വദിക്കേണ്ടതില്ല, കണ്ണ് തുറന്നു വെച്ച് ആസ്വദിച്ചാൽ മതി എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. മുന്നോട്ട് പോകാം. ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു തെറ്റായ കല്ലുണ്ട്. ഈ കല്ലിന്റെ പേര് ഹജറുൽ അബീദ് എന്നാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാഖൂത്തും മിൻ യവാഖീത്തിൽ ജന്ന അൽ ഹജറുൽ അസ്വദു മഖാമു ഇബ്രാഹീമും. യാഖൂത്തും മിൻ യവാഖീത്തിൽ ജന്ന, സ്വർഗ്ഗത്തിലെ രണ്ട് മാണിക്യ കല്ലുകളാണ്. ഈ കല്ലിന്റെ പേര് ഹജറുൽ അബീദ് ആണ്, വെള്ളക്കല്ലാണ്. മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചു കളഞ്ഞത്. അങ്ങനെയാണ് അതിന് ഹജറുൽ അസ്വദ് എന്ന് പേര് വന്നത് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇപ്പോ കറുത്ത കല്ലേ കാണുള്ളൂ. നമ്മൾ പറയാം എന്റെ ഹൃദയം വെളുത്തതാണ്. പക്ഷെ നമ്മൾ പറയാറില്ലേ, ആലങ്കാരികമായി ഹൃദയം കറുത്തുപോയി. പാപങ്ങൾ എങ്ങനെ ചെയ്ത് ചെയ്ത് കറുത്ത പുള്ളികൾ വീണിട്ട് ഹൃദയം കറക്കുന്നത് പോലെ കണ്ടാൽ അത് ചുവപ്പ് തന്നെയായിരിക്കും. അപ്പൊ ഈ അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ലാണെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് സ്വർഗം തൊടണോ? നിങ്ങൾക്ക് സ്വർഗം മുത്തണമോ? അവിടെയാണ് തവാഫിന്റെ ആരംഭ ബിന്ദുവാണ് ഹജറുൽ അസ്വദ് അല്ലെങ്കിൽ ഹജറുൽ അബീദ്. അത് മുത്തിക്കൊണ്ടാണ്, ചുംബിച്ചുകൊണ്ടാണ് തവാഫ് ആരംഭിക്കേണ്ടത്. പക്ഷേ അതേ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അതിന് സാധിക്കാതെ വന്നാൽ നമ്മുടെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നമുക്ക് ഹജറുൽ അസ്വദിന് നേരെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തവാഫ് ആരംഭിച്ചാലും ഈ കൂലി കിട്ടും. കാരണം അവിടെ അത്രയും തിരക്ക് ഉള്ളതുകൊണ്ട് എന്നല്ല. ഹജറുൽ അസ്വദിനെ ചുംബിച്ചവർക്ക് വേണ്ടി ഹജറുൽ അസ്വദ് നാളെ പരലോകത്തിൽ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സാക്ഷ്യം നോക്കിയിട്ടുണ്ട്. പരലോകത്തിലെത്തുമ്പോൾ ഹജറുൽ അസ്വദ് ഇങ്ങനെ പറയാണ്, ഇന്ന ആള് ഹജ്ജിന് വന്നിരുന്നു, എന്റെ നേരെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ് എന്നെ ചുംബിച്ചിട്ടുണ്ട്. പടച്ചവനെ, അവർക്ക് നീ കൂലി കൊടുക്കണം എന്ന് ഹജറുൽ അസ്വദ് പറയുമെന്ന് പറഞ്ഞത് ഹദീസാണ്. പ്രവാചകൻ ചുംബിച്ച കല്ലാണ് ഹജറുൽ അസ്വദ്. പ്രവാചകന്മാർ ചുംബിച്ച കല്ലാണ് അസ്വദ്. വിശ്വാസികൾ മുത്തിയ കല്ലാണ് അസ്വദ്. സഹാബികൾ മുത്തിയ കല്ലാണ്. ആദം നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, സർവ്വ പ്രവാചകന്മാരും മുത്തമിട്ട കല്ലാണ് ഹജറുൽ അസ്വദ്. ആദമിന്റെ കൂടെ നമ്മൾ ഒരു ഭവനം ഇറക്കുന്നുണ്ട്. മലക്കുകളാണ് കഅബ പണിതത്. ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാണ്. അതിനെ പുതുക്കി പണിയുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത് എന്ന കാര്യം ശരിയാണെങ്കിൽ കഅബാലയം മനുഷ്യന്റെ തുടക്കം മുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ചുംബിക്കുമ്പോൾ വിശ്വാസ സമൂഹം ഒന്നിച്ചൊരു പോയിന്റിലേക്ക് എത്തുന്നത്. വേറെ അർത്ഥങ്ങളൊന്നും അതിനില്ല. കല്ലിനേക്കാൾ വലിയ സ്ഥാനമൊന്നും അതിനില്ല. അതൊരു എന്നും ദ്രവിച്ചു പോകാത്തൊരു സാധനം മരക്കൊള്ളി വെച്ചാൽ ദ്രവിച്ചു പോകൂലേ, അതുകൊണ്ടൊരു കല്ലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ അർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതോടൊപ്പം നമ്മള് സ്വാഭാവികമായി
ഇത് പിന്നെ നമ്മുടെ ഹജറുൽ അസ്വദ് ആണെങ്കിൽ അങ്ങനെ പോയി വേറൊരു മൂല കടന്ന് ഈ ഒരു മൂലയിലെത്തുമ്പോൾ തൊട്ട് മുമ്പുള്ള മൂല റുക്നുൽ യമാനിയുടെ മൂലയാണ്. റുക്നുൽ യമാനി തൊടുന്നത് തന്നെ മഗ്ഫിറത്തിന് കാരണമാണ്. റുക്നുൽ യമാനിയുടെ ഭാഗത്തു കൂടി കടന്നു പോകുമ്പോൾ അതിനെ തൊട്ടുകൊണ്ട് കടന്നു പോയാൽ അത് നമ്മളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവിടെ വലിയ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഹജറുൽ അസ്വദിന്റെ തിരക്കുണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒന്ന് തൊട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് തൊടാൻ ആണിനും പെണ്ണിനും ഒക്കെ പറ്റും എന്നതാണ്. അവിടെ പറ്റിയിട്ടില്ലെങ്കിൽ കൈകൊണ്ട് ആദ്യം കാണിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചതും തിരുദൂതരാണ്. അതും മനസ്സിലാക്കണം. അപ്പോ കഅബാലയത്തിന്റെ ഒരു മൂല ഹജറുൽ അസ്വദ് ആണെങ്കിൽ മറ്റൊരു മൂല റുക്നുൽ ഷാമാണ്, മറ്റൊന്ന് ഇറാഖാണ്, മറ്റൊന്ന് യമനാണ്. ഇതിനാണ് ലോകത്തിൽ അറിയപ്പെട്ട ഷാമിനെയും ഇറാഖിനെയും യമനെയും കഅബാലയത്തിന്റെ 4 റുക്നുകളാക്കി മാറ്റുന്നത്. അത്ര വലിയ പുണ്യം അല്ലെങ്കിൽ പ്രാധാന്യം അതിനുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ പറഞ്ഞ യാഖൂത്തും യവാഖീത്തിൽ ജന്ന മാണിക്യക്കല്ലിലെ രണ്ടാമത്തത് മഖാമു ഇബ്രാഹിമാണ്. അതിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലടികൾ പതിഞ്ഞു കിടക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ തവാഫിന് ഇങ്ങനെ പോകുമ്പോൾ ഹജറുൽ അസ്വദ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്താണ്, കുറച്ചപ്പുറത്താണ് മഖാമു ഇബ്രാഹിം ഉണ്ടാവുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന ഒരു കല്ല് ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് സ്ഥാപിച്ചു എന്നതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് കടന്നു പോകുമ്പോൾ തന്നെ ചില്ലിൻ കൂട്ടിലൂടെ നമുക്ക് ഇബ്രാഹിം നബിയുടെ കാലടികൾ കാണാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ തവാഫ് ചെയ്യുമ്പോൾ കഅബാലയത്തെ ഇടതുഭാഗത്താക്കിയിട്ടാണ് തവാഫ് ചെയ്യേണ്ടത്. നമ്മൾ പിറകിലുള്ള ആളെ വിളിച്ചാൽ കഅബാലയം നെഞ്ചിന്റെ ഭാഗത്ത് വരും, അല്ലെങ്കിൽ പുറകു ഭാഗത്ത് വരും. നമ്മൾ അവിടെ തിക്കിത്തിരക്കിയാൽ തവാഫിന്റെ ഘടന തെറ്റും. അപ്പോഴല്ല മഖാമു ഇബ്രാഹിം ഒന്നും കാണാൻ പോകേണ്ടത് എന്നും കൂടി പറയാൻ ആഗ്രഹിക്കാം. തവാഫിന്റെ രീതി അങ്ങനെ തുടരണം. വേറെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യാം. ആ പോകുന്ന നോട്ടത്തിൽ കണ്ടാൽ അങ്ങനെ ചെയ്യാം. അതിനൊന്നുമല്ലാതെ ഒരു പോക്ക് പോയാലും അതിനും വിരോധമില്ല. തവാഫിന് അല്ലാതെയും പോകാവുന്നതാണ്. ഉദാഹരണമായി ചില ഗ്രന്ഥങ്ങളെ കാണുന്ന കാര്യമാണ്, നമ്മുടെ ഹജറുൽ അസ്വദിന്റെയും അതുപോലെ കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള ഒരു 3 മീറ്റർ സ്ഥലം അത് മുൽതസിം എന്ന് അറിയപ്പെടുന്നു. ആ മുൽതസിമിലെ കഅബയുടെ പുടവ ഉണ്ടാവുകയില്ല, തുറന്ന കല്ലാണ്. അങ്ങനെ വെക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സത്യവിശ്വാസികളുടെ 2 കൈ ഉള്ളം കൈകളും കഅബയോട് ചേർത്ത് വെച്ച് വലത് കവിള് ഒട്ടിച്ചു വെച്ച് നെഞ്ച് അതിനോട് ഒട്ടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അത് മുൽതസിം ആണ്. അവിടെ സ്വാഭാവികമായി തിരക്കുണ്ടാകും. തിരക്ക് കൂട്ടി ആദ്യമാരെ ശല്യപ്പെടുത്തേണ്ടതില്ല. പക്ഷെ മറ്റൊരു സന്ദർഭത്തിൽ പോകുമ്പോൾ അത് നല്ലതാണ്. അതേപോലെ ഒരു പോക്ക് ആവശ്യമാണ്. ഇസ്മായിൽ കടന്ന് ഇസ്മായിലിന്റെ ഇങ്ങനെ വളയത്തിലുള്ള ഭാഗം കഅബയുടെ ഭാഗമാണ്. ഏകദേശം 5-8 മീറ്റർ ഉള്ളതിൽ 4-5 മീറ്റർ കഅബയുടെ ഭാഗമാണ്. അപ്പൊ കഅബയുടെ അകത്താർക്കെങ്കിലും കാരണമെങ്കിൽ വേറൊരു പോക്ക് പോകണം. അങ്ങനെ പോയി തവാഫിലെ ഉള്ളിൽ കയറിയാൽ തവാഫ് പോകും. അപ്പോ അതിന്റെ ഉള്ളിലൂടെ കടന്ന് ഇങ്ങോട്ട് കടന്ന് കഅബയുടെ അടുത്ത് നിൽക്കുന്ന 3-3.5 അല്ലെങ്കിൽ 5 മീറ്ററോളം വരുന്ന സ്ഥലം കഅബയുടെ ഉൾഭാഗമാണ്. കഅബയുടെ ഉൾഭാഗത്ത് നമസ്കരിക്കണം എന്നുള്ളവർ ഇസ്മായിലിന്റെ ഉള്ളിൽ പോയി നമസ്കരിക്കണം. ഇതിന് വേറെ ഒരു പോക്ക് പോകണം. നേരത്തെ പോകുന്ന ഈ ഹജ്ജിന് പോകണമെന്നല്ലോ, ആ ഹജ്ജിന് പോകണമെന്നല്ല പറയുന്നത്. തവാഫ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഉംറയുമായി ബന്ധപ്പെട്ട തവാഫല്ല, സുന്നത്തിന്റെ തവാഫുമല്ല. എന്നാൽ തവാഫിന്റെ അവർ പോകുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന ലക്ഷ്യം വെച്ച് പോയാൽ അത് നിർവഹിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. 7 തവാഫൊന്നും പൂർത്തിയാക്കേണ്ട, നമ്മുടെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാം എന്നാണ്. അത് തിക്കും തിരക്കും ഉണ്ടാകും. അമീർമാർ അതിന് നിങ്ങൾ അനുവദിക്കൊന്നുമില്ല. സ്വാഭാവികമായും അവർ ഈ കാര്യങ്ങളോട് പറയുകയുമില്ല. വെറുതെ നിങ്ങൾ കുഴപ്പത്തിലാക്കി നിങ്ങൾ അസുഖം വന്ന് അങ്ങനെ എല്ല് പൊട്ടി പ്രശ്നമായാൽ അവർക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. എങ്കിലും ചില ധൈര്യങ്ങളൊക്കെ ഇപ്പൊ കാണിക്കുമെന്ന് ചില പെണ്ണുങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനിച്ചതുപോലെയുണ്ട്. എന്തായാലും ആരും ഉറങ്ങുന്നില്ല എന്ന കാര്യത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇടയ്ക്ക് ചായയൊക്കെ കൊടുക്കുമെന്ന് അപ്പോൾ തുടരാം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഇടമാണ് മഖാമു ഇബ്രാഹിം. എന്താണ് മഖാമു ഇബ്രാഹിം? അത്
ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആരാധനാ സ്ഥലങ്ങളാണ്. ഹറം മുഴുവൻ മഖാമു ഇബ്രാഹിമാണ്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം നബിയുടെ മഖാമുകൾ നിന്ന സ്ഥലങ്ങൾ, പ്രാർത്ഥിച്ച ഇടങ്ങൾ ഹറമിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അത് നിങ്ങൾ നമസ്കാരത്തിന്റെ ഇടമാക്കുക എന്ന് അല്ലാഹു ഒരു പ്രത്യേക ശറഫോട് കൂടി പറഞ്ഞതാണ്. അതോടൊപ്പം ഇബ്രാഹിം നബിയുടെ 2 കാലടികൾ എന്ന് പറയുന്നത് നമ്മൾ പിന്തുടരേണ്ട പാദമുദ്രകളാണ്. നമ്മുടെ ജീവിതത്തിൽ പിന്തുടരേണ്ട പാദമുദ്ര ഒരു മഹാ കുടുംബത്തിന്റെ പാദമുദ്രയാണ്, ഒരു മഹാമില്ലത്തിന്റെ പാദമുദ്രയാണത്. അബ്റാഹീം. റാഹീം എന്ന് പറഞ്ഞാൽ ജനതതികൾ, അബ് എന്ന് പറഞ്ഞാൽ പിതാവ്. ജനതകളുടെ അബ്റാഹീമിനെയാണ് നമ്മൾ ഇബ്രാഹീം എന്ന് പറയുന്നത്. അതെ, ഒരുപാട് ജനതകളുടെ, ഇന്നത്തെ യഹൂദികളുടെ, ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ മുഴുവനും പ്രപിതാവായിട്ടുള്ള ഒരു പ്രപിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന് പറയുന്ന ആയത്തൊന്ന് വായിച്ചു നോക്കൂ, അതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചു നോക്കൂ. ഇബ്രാഹിമും ഇസ്മായിലും അതിന്റെ കഅബാലയത്തിന്റെ ഭിത്തികൾ, അടിത്തറയിൽ നിന്ന് ഭിത്തികൾ പടുത്തുയർത്തിയപ്പോൾ മിനൽ ഖവാഇദി, ഇതിന്റെ അർത്ഥം നേരത്തെ അവിടെ ഭിത്തിയുണ്ട്, അടയാളങ്ങളുണ്ട്, അതിൽ നിന്ന് യർഫഉ പടുത്തുയർത്തിയപ്പോൾ എന്ന് പറഞ്ഞു. അവിടെയാണ് പറഞ്ഞത്, ഞങ്ങളെ നീ മുസ്ലിമാക്കണം പഠിച്ചവനെ, ഞങ്ങൾക്ക് നീ സന്മാർഗം കാണിച്ചു തരണം, അവരിൽ നിന്ന് ഒരു പ്രവാചകനെ നിശ്ചയിക്കണം. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് 2500 കൊല്ലം കഴിഞ്ഞ് അല്ലാഹു മറുപടി പറഞ്ഞതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായിട്ടുള്ളത്. അങ്ങനെയുള്ള ഓർമ്മകൾ നിങ്ങളുടെ കഅബയിലൂടെ അല്ലെങ്കിൽ മഖാമിലൂടെ, മഖാമു ഇബ്രാഹിമിലൂടെ പോകുമ്പോൾ ഉണ്ടാകണം. അതാണ് ഇതിന്റെ ഒരു ആത്മാവ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. നമുക്കറിയാമല്ലോ, വലിയൊരു കുടുംബത്തിൽ ഇബ്രാഹിം നബിയുടെ സാറ എന്ന് പറയുന്ന ഭാര്യയിൽ ഇസ്ഹാഖും യാക്കൂബും യൂസുഫും അതുപോലെ തന്നെ സുലൈമാനും ദാവൂദും മൂസാ നബിയും ഈസാ നബിയും അലൈഹിമുസ്സലാം ജമീഅൻ, അതൊരു കുടുംബമാണ് ബനൂ ഇസ്രായേൽ. ഇപ്പോഴത്തെ അതേ ഇബ്രാഹിം നബിയുടെ ഹാജർ എന്ന് പറയുന്ന ഭാര്യയിലൂടെ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടാകുന്നു, പ്രവാചകൻ ഉണ്ടാകുന്നു. ആ പരമ്പരയിൽ വന്ന ഏക പ്രവാചകനാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ മുഴുവനും പ്രബേദാവായ മില്ലത്തു ഇബ്രാഹിം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്രാഹിം നബിയെ പറ്റി ഒരുപാട് ഗുണവിശേഷങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. ഹനീഫാണ്, ഹവ്വാണ്, ഹലീമാണ്, മുനീബാണ്, അത്യന്തം ഋജുമാനസനാണ്, ദയാലുവാണ്, ക്ഷമാലുവാണ്, അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ലക്കൽ മുൽക്കു ലാ ശരീക ലക എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രവാചകനാണ്. അതാണ് നമ്മൾ ലബ്ബൈക്കയിൽ ആവർത്തിക്കുന്നത്. ആ ഇബ്രാഹിം നബിയെ ജീവിതത്തിലേക്ക് ഏറ്റുകൊണ്ടു നെഞ്ചേറ്റണം ആശയങ്ങൾ. ആ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് എതിരെയാണ് ഇബ്രാഹിമോഫോബിയ. ഇന്നത്തെ ഇസ്ലാമോഫോബിയക്ക് പകരം അന്ന് ഇബ്രാഹിമോഫോബിയ. ഇബ്രാഹിം വില്ലനാണ്, കുറ്റവാളിയാണ്, ഭീകരനാണ്, അല്ലെ, മതഭ്രാന്തനാണ്, ധിക്കാരിയാണ്, അവനെ പിടിച്ച് തീയിടണമെന്ന് പറഞ്ഞില്ലേ? അതെ, ഇസ്ലാമോഫോബിയ അന്ന് അങ്ങനെയായിരുന്നു. തീ കൂട്ടുകയാണ് ഇസ്ലാമിനെതിരെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചത് നമ്മൾ ഓർമ്മ വേണം. അതെ, ഇത് ഖാല റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം താങ്കൾ അല്ലാഹുവിന് വഴിപ്പെടുന്നവനാകണമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന് വഴിപ്പെട്ടിരിക്കുന്നു, അസ്ലംതു മുസ്ലിമായിരിക്കുന്നു, ഇന്നനീ മിനൽ മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമയെ ഖലീലുള്ളായി തിരഞ്ഞെടുത്തു, അല്ലാഹുവിന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തു. വലിയൊരു സ്ഥാനമാണിത്. ഹജ്ജിന് പോകുന്ന ഹാജിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതാണ് അധിക കർമ്മങ്ങളും, ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ടതാണ്, ഹാജർ ബീവിയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ആത്മാവ് കൂടി വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഹജ്ജിന് പോകേണ്ടത്. അവിടെ എത്തിയാൽ നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തവാഫ്. ഹജ്ജിന്റെയും ഉംറയുടെയും ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് തവാഫ് എന്ന് പറയുന്നത്. ഏറ്റവും മഹത്തായ ഇബാദത്താണ്. റുകൂഅ് ഒരു
ഇബാദത്താണ്, സുജൂദ് ഒരു ഇബാദത്താണ്. അതൊക്കെ ചേർത്താണ് നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് ഉണ്ടാക്കിയത്. എന്നാൽ അതിനേക്കാളെല്ലാം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്ത് തവാഫാണ്, കഅബാലയത്തെ ചുറ്റുക എന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇഹ്റാം ചെയ്ത് നിങ്ങൾ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോ മക്കത്ത് എത്തിക്കഴിഞ്ഞാൽ കഅബാലയത്തെ നോക്കി നോക്കി പോവുക, കഅബ കണ്ടാൽ പ്രാർത്ഥിക്കുക, കഅബ കണ്ടാൽ ഉടനെ തവാഫ് ചെയ്യുക. അപ്പോൾ മക്കത്തെ പള്ളിയിൽ 2 റക്അത്ത് തഹിയ്യത്തുൽ മസ്ജിദ് സുന്നത്തല്ല. ആദ്യത്തെ പോക്കിൽ തവാഫാണ് സുന്നത്ത്, തഹിയ്യത്തുൽ മസ്ജിദ് അപ്പോൾ സുന്നത്തില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ എത്ര തന്നെ മക്കയിൽ ഉണ്ടാകുമ്പോഴും തഹിയ്യത്തുൽ മസ്ജിദ് സുന്നത്താണ്, അതാണ് ചെയ്യേണ്ടത്. തവാഫിന് പോകുകയാണെങ്കിൽ സുന്നത്താണ്, അതാണ് ആദ്യമായി കഅബ കാണുമ്പോൾ ചെയ്യേണ്ടത്, അതാണ്. അതുകൊണ്ട് നമ്മൾ മീഖാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്താണ് ഹാജിമാര് തവാഫിന് വേണ്ടി എത്തുന്നത്. മീഖാത്ത് എന്ന് പറയുമ്പോൾ മക്കയുടെ നഗര കവാടങ്ങളാണ്. പല ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ, അവര് രാജാവായിട്ട് വരും, അവര് മന്ത്രിയായിട്ട് വരും, പ്രധാനമന്ത്രിയായിട്ട് വരും, ശുജായിയായിട്ട് വരും, സമ്പന്നനായിട്ട് വരും, ഫക്കീറായിട്ട് വരും, ആരായി എന്തായി. പക്ഷേ ആ മീഖാത്തിലെത്തുന്നതോടുകൂടി ഭൗതികമായ എല്ലാ അടയാളങ്ങളും ഡ്രസ് കോഡുകളും അഴിച്ചു വെച്ച് ഉടയാടകൾ മാറ്റി കുളിച്ച് ശുദ്ധരായി അല്ലാഹുവിലേക്ക് മാത്രം മുഖം തിരിച്ച് അല്ലാഹുവിന്റെ ദുയൂഫുർ റഹ്മാൻ അതിഥികളായി അല്ലാഹുവിന്റെ വഫദ് ദൗത്യ സംഘമായി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡാണ്. അതാണ് ഇഹ്റാമിന്റെ വസ്ത്രം. പുരുഷന്മാർക്ക് അങ്ങനെ ഒരു വസ്ത്രം, സ്ത്രീകൾക്ക് പ്രത്യേകം വസ്ത്രങ്ങളില്ല. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഒരു പക്ഷേ അത് കഴിഞ്ഞല്ലോ അല്ലെ, പിന്നെ അതിലേക്ക് സൂചന നൽകുന്നു. അതായത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്താണ് ധരിക്കേണ്ടത്, ഉടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ആത്മാവ് മാത്രമേ അതുകൊണ്ട് തന്നെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഒറ്റ വസ്ത്രം, ഒരേ വർണ്ണം, ഇത് ഒരു എളിമയുടെ കപ്പൽപ്പടവയാണ്. ഇതിലേക്ക് ഒരു ജോഡി കൂടി ചേർത്താൽ മയ്യത്തിന്റെ തുണിയായി. 2 ആയിട്ടുണ്ട്, ഒന്നും കൂടി മതി എന്ന ഓർമ്മയിലാണ്, മഹ്ശറയിലേക്കാണ് പോകുന്നത് എന്ന ഓർമ്മയിലാണ് ഹാജിമാരെ പോകേണ്ടത്. തവാഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഓരോ കാലടിയും പുണ്യമാണ്, ഓരോ കാലടിയും മഗ്ഫിറത്താണ്. തവാഫ് അനുവദിക്കപ്പെട്ട ഏക ഇടം കഅബയാണ്. വേറെ ഒരു പള്ളിക്കും അമ്പലത്തിനും ഒന്നിനും ചുറ്റിലും ഇങ്ങനെ നടക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. തവാഫ് അനുവദിക്കപ്പെട്ടത് കഅബയുടെ ചുറ്റിൽ മാത്രമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഅബയുടെ മുകളിൽ വേറെ ഒരു കഅബയുണ്ട് ആകാശത്തിൽ. അത് മലക്കുകൾക്ക് തവാഫ് ചെയ്യാനുള്ള കഅബയാണ്. ബൈത്തുൽ മഅമൂർ എന്നാണ് അതിന്റെ പേര്. സൂറത്ത് തൂറിലെ 4-ാമത്തെ സൂക്തത്തിൽ വൽ ബൈത്തുൽ മഅമൂർ എന്ന് ഖുർആൻ അതിനെ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. 70,000 മലക്കുകളാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത് പോലെ ഭൂമിയിൽ മനുഷ്യർ തവാഫ് ചെയ്യുമ്പോൾ ആകാശത്തിൽ ഓരോ ദിവസവും 70,000 മലക്കുകളാണ് തവാഫ് ചെയ്യുന്നത്. ഇന്ന് വന്ന 70,000 മലക്കുകളല്ല നാളെ വരുന്നത്. ഇന്നലെ വന്നവർ ഒരിക്കലും വരുന്നില്ല, നാളെ വന്നവരും ആവർത്തിക്കുന്നില്ല. ബൈത്തുൽ മഅമൂർ ഉണ്ടായത് മുതൽ ഇതുവരെ 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്കറിയുന്നവർ പറയൂ, മൊത്തം അല്ലാഹുവിന്റെ മലായികത്തിന്റെ എണ്ണം എത്രയാണ്? ഇത് ഓർമ്മയോടുകൂടിയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. പറഞ്ഞല്ലോ, ഇടത്ത് നിന്ന് വലത്തോട്ട്, ആന്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് ചലിക്കുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ്, തവാഫ് ചലിക്കുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. ഈ തവാഫ് മാത്രമല്ല, സഅയ് ചലിക്കുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. റോക്കറ്റുകൾ ഉയരുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. നമ്മുടെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. ഗർഭാശയത്തിലേക്ക് പ്രവേശനം തേടി ചെല്ലുന്ന പുരുഷന്റെ ലക്ഷക്കണക്കിന് വരുന്ന ബീജങ്ങൾ ഗർഭാശയത്തിന് ചുറ്റും കറങ്ങുന്നത് തവാഫിന്റെ അതേ ദിശയിലാണ്. ഈ മരുഭൂമിയിൽ ചുഴലിക്കാറ്റുണ്ടാകുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. കുടകളിൽ ചുഴലി ഉണ്ടാകുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ റൗണ്ട് അബൌട്ടിൽ കാറുകൾ കറങ്ങുന്നതും തവാഫിന്റെ ദിശയിലാണ്. ഇതുവരെയും നമ്മുടെ കുട്ടികൾ സ്പോർട്സിന്റെ ട്രാക്കിൽ ഓടിയതും ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. ഇത് നിങ്ങൾക്ക് ഒഴിവുണ്ടാകുമ്പോൾ ചിന്തിച്ചോളൂ, അങ്ങനെ എന്തൊക്കെയാണ് ഇടത്ത് നിന്ന് വലത്തോട്ട്? ഈ സൗരയൂഥത്തിലെ ഗോളങ്ങൾ കറങ്ങുന്നതും ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. തവാഫിന്റെ ദേവതയിലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അറിയാത്ത ഒരു മനുഷ്യൻ, അറിവില്ലാത്ത നമ്മളെ പോലത്തെ ഫക്കീറുമാർ ആരാവട്ടെ അല്ലാഹ് വിളിച്ചു വരുത്തി കൊണ്ടുപോയി ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ മഹാപ്രവാഹത്തിൽ, കഅബക്ക് ചുറ്റും ഒരു വർത്തുള പ്രവാഹത്തിൽ തവാഫിലെ ഒരു തുള്ളിയായി നമ്മളെ ചേർക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ അറിയണം, ഇതിനേക്കാൾ വലിയൊരു ഷറഫ് നമുക്ക് വേറെ കിട്ടാനില്ല. ഇത് പ്രപഞ്ച താളത്തിലേക്ക് നമ്മൾ കൂടി ഇൻഷാ അല്ലാഹ് പോവുകയാണ്. ഈ വികാരത്തോടു കൂടിയാണ് തവാഫ് ചെയ്യേണ്ടത്. ചില ആളുകൾ ഇങ്ങനെ പോകും, മാഷാ അല്ലാഹ് എന്തോ ഒരു നീളം, എന്തോ ഒരു ലൈറ്റിലെ, എന്തോ തണുപ്പാണല്ലോ, മൊത്തം വേഗം മൊബൈൽ എടുക്കണം, മകൻ ഇപ്പൊ തന്നെ അയക്കണ്ടോ, അതാ തവാഫാണ്, ഞങ്ങളൊക്കെ ഉമ്മണ്ട് ആക്കണ്ട്, എല്ലാവരും ഒന്നും കൂടെ നിൽക്കി ഒരു സെൽഫി എടുക്കട്ടെ. ഇതൊക്കെയാണ് പരിപാടി. ഇതൊക്കെ ആയിക്കോട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. പക്ഷെ ഈ വികാരത്തിലല്ല തവാഫ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഇതിലെല്ലാം പ്രധാനം. ഇന്ന് നമ്മളവിടെ മാഉ സംസം ഉണ്ട്. കഅബാലയത്തിൽ നിന്ന് 21 മീറ്റർ അകലെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കിണറുണ്ട്. അതിന് ഇപ്പൊ പുറത്ത് കാണില്ല. നേരത്തെ താഴ്ഭാഗത്തൊക്കെ തന്നെ നമ്മളൊക്കെ അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ മുമ്പ് ഹജ്ജിന് പോയവർക്കും അറിയാം, താഴ്ഭാഗത്തൂടെ പോയാൽ ഏകദേശം ഈ കിണർ കാണാമായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് മഖാഫിന്റെ മുകളിലാണ് അതുള്ളത്. എന്തായിരുന്നാലും ലോകത്തിലെ ഒരു മഹാ അത്ഭുതമാണ്, ദൃഷ്ടാന്തമാണ് സംസം. അത് ജിബ്രീൽ കുഴിച്ച കിണറാണ്. നമ്മൾ പറയും ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ട് അടിച്ചിട്ടാണ് ആ കിണറുണ്ടായത്. ജിബ്രീൽ കുഴിച്ച കിണറാണെന്ന് തിരുദൂതൻ പറഞ്ഞതാണ്. സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഉറവയാണ് സംസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അതെ, ഇന്നഹാ മുബാറക, ഇന്നഹാ തആമു തുഅമിൻ വശിഫാഉ സുഖ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ സംസം അത് അനുഗ്രഹീതമാണ്, അത് ഭക്ഷണത്തിന് ഭക്ഷണമാണ്, അത് രോഗങ്ങൾക്ക് ശിഫയാണ്. സംസം വെള്ളം കുടിച്ചവർക്ക് വിശപ്പ് വരില്ല. ഉംറക്ക് പോയ ആളുകള് സംസം വെള്ളം കുടിച്ച് മാത്രം ജീവിക്കാം, ഒരു ഭക്ഷണം ആവശ്യമില്ല. ഭക്ഷണമാണെന്ന് പറഞ്ഞത് തിരുദൂതരാണ്. അതൊക്കെ ലബോറട്ടറിയില് പാശ്ചാത്യരൊക്കെ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് സാധാരണ വെള്ളമല്ല, ഭൂമിയിലെ വെള്ളമല്ല. അവരംഗീകരിച്ച കാര്യം, അവരംഗീകാരം നമുക്ക് വേണ്ട, തിരുദൂതര് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുടിക്കൽ സുന്നത്താക്കി. എന്റെ അടിമകൾ സംസം വെള്ളം ഇവിടെ വന്ന് കുടിക്കണം. നമ്മുടെ ഉമ്മാമ്മ, വല്യമ്മ, അല്ലെ, അതെ, നമ്മുടെ അവ്വ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച വെള്ളമാണ്, കലക്കാത്ത വെള്ളം. ഏത് വീട്ടിൽ പോയാലും നിങ്ങൾക്ക് കലക്കിയ വെള്ളം കിട്ടുള്ളൂ. പക്ഷെ കലക്കാത്ത ഒരു വെള്ളം മക്കൾക്ക് വേണ്ടി ഒന്ന് കരുതി വെച്ച് മക്കളെ വലിയ കുടിച്ചോളൂ, അല്ലെ, അള്ളാഹുവിന്റെ സമ്മാനമാണ്. അതെ, തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ്. തവാഫിന്റെ സുന്നത്തിൽപ്പെട്ടതാണത്. അതുകൊണ്ട് മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്ത് ഉദ്ദേശം വെച്ചാണോ സംസം വെള്ളം കുടിച്ചത് അതിന്റെ ഫലം അതിന് ഉണ്ടാകുമെന്ന് പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ശ്രദ്ധിക്കുക, 6 ഷർത്ത് വെച്ചിട്ട് സംസം വെള്ളം കുടിക്കണം. ഒന്ന്, ബിസ്മി ചൊല്ലി കുടിക്കണം, വലത് കൈ കൊണ്ട് കുടിക്കണം, കിബിലക്ക് നേരെ തിരിഞ്ഞു കുടിക്കണം, വയറ് നിറച്ചും കുടിക്കണം, ഏത് നിയ്യത്താണോ ആ നിയ്യത്ത് വെച്ച് കുടിക്കണം. കുടിച്ച് കഴിഞ്ഞ ശേഷം അൽഹംദുലില്ലാ പറയണം. അതിനുശേഷം അല്ലാഹുമ്മ സിദ്നി ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ എന്ന് പ്രാർത്ഥിക്കണം. ഇതിനിപ്പോ മക്കത്ത് തന്നെ പോകണം, വയറ് നിറച്ച് കുടിക്കാൻ. നിങ്ങളിപ്പോ ഹജ്ജും കഴിഞ്ഞ് മദീനത്തും പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പരിപാടി നിങ്ങൾ അവിടെ മദീനത്തോ തെരുവിലോ പോയി ഏറ്റവും ചെറിയ ക്ലാസ് ചെയ്ത് പിടിയാലുള്ള 5 ലിറ്ററെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലേ? അത് കിണറിലേക്ക് വാർന്ന് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളെ ഇഷ്ടം ഇത് കൊടുക്കും. ഏറ്റവും ഇതൊന്ന് കുടിച്ചാല് വയറ് നിറയുന്നത് പോയി തൊണ്ട തന്നെ നിറയൂല. പക്ഷെ വയറ് നിറച്ച് കുടിക്കണമെങ്കിൽ അവിടെ തന്നെ പോകണം, കുടിച്ചോളും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരോഗ്യ വിഷയത്തിൽ വന്നെന്ന് എനിക്കറിയില്ല. അതെന്നാ ചോദിച്ചാല് നല്ല പേരും ചൂടിയാണ് വന്നത്. നല്ല അടിപൊളി ഐസിട്ട സംസം വെള്ളം, അത് മാത്രം മതി തൊണ്ട കേടാവാൻ, പനി പിടിക്കാൻ. പനി പിടിച്ചാൽ അച്ചുമുടങ്ങാൻ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു പ്രായോഗിക വിഷയമാണ് പറയുന്നത്.
സംസം വെള്ളം മിക്സ് ചെയ്ത് കുടിച്ചോളൂ. തണുപ്പ് വേണമെന്നുള്ളവർക്ക് രണ്ടുകൂടി മിക്സ് ചെയ്ത് കുടിക്കാം. പിന്നെ ചില ആളുകളെ ഈ സംസം വെള്ളം കൊണ്ട് കുളിക്കാം, കുടിക്കാം, കുട്ടികളെ കുളിപ്പിക്കാം, ശരീരത്തിൽ എവിടെയും തേക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൂർത്താവിലാണ് വെള്ളം വെക്കുന്നത് എങ്കിൽ സംസം വെള്ളമാണെങ്കിലും അത് ഇറങ്ങിയിട്ടും ജലദോഷം പിടിക്കും, പനി പിടിക്കും, അച്ഛനെ ഉണ്ടായി ബാധിക്കും. അല്ലാതെ ശരീരം മുഴുവൻ തടവിക്കൊടോ വേദനയ്ക്കും അല്ലാത്ത മുട്ടുവേദനയ്ക്കും എല്ലാം ഷിഫ ആണ്. രോഗങ്ങൾക്കുള്ള ഷിഫ ആണെന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ രണ്ട് അടയാളങ്ങളാണ്, രണ്ട് പ്രധാനപ്പെട്ട മലകളാണ്. കഅബാലയത്തിൽ നിന്ന് 400 മീറ്റർ അകലെ സഫയുണ്ട്, ഇപ്പുറത്ത് മർവയുണ്ട്. കഅബയിൽ നിന്ന് 400 മീറ്റർ നീളത്തിലാണ് സഫയും മർവയും ഉള്ളത് എങ്കിൽ കഅബാലയത്തിൽ നിന്ന് 130 മീറ്റർ അകലെ കിഴക്ക് ഭാഗത്താണ് സഫയും മർവയും ഉള്ളത്. മൊത്തം അതിന്റെ നീളം 400 മീറ്റർ ആണ്. ഏകദേശം 1/2 കിലോമീറ്ററിന് അടുത്ത്, 500 മീറ്ററിന് അടുത്ത്. ഇതാണ് സഫ മർവ. അതിനെ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. നമുക്കറിയാം ഈ സഫ മർവയുടെ പ്രത്യേകത. നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ഹാജർ അവര് കുഞ്ഞിനു വേണ്ടി വെള്ളം തേടി അലഞ്ഞത് അവിടെയാണ്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഇസ്ലാമിന്റെ പ്രബോധനം പരസ്യമായി നിർവഹിച്ചത് സഫാ കുന്നിൽ കയറിയിട്ടാണ്. സഫയും മർവയും നമ്മൾ ചുറ്റാൻ വേണ്ടി പോകുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ്. സഫാ മലയിൽ കയറിയിട്ടാണ് നബി തങ്ങൾ ആളുകളെ ഗോത്രങ്ങളെ പേര് വിളിച്ച് അവര് മുഴുവനും വന്നു. ഒരു ശത്രു വന്ന് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് വിചാരിച്ചു, ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നെ വിശ്വസിക്കും, വിശ്വസിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയണമെന്ന് പറഞ്ഞ് തൗഹീദും റിസാലത്തും ആഖിറത്തും പറഞ്ഞപ്പോ എല്ലാവരും വേറെ വർത്താനൊന്നും പറയാതെ പോയി. എന്നാല് അബൂലഹബ് കുറച്ചുകൂടി വില്ലനാണ്, നാവ് കുറച്ച് നീളം കൂടുതലാണ്, നിക്കാരിയാണ്. ജനങ്ങളുടെ രാവിലെ തന്നെ വിളിച്ചു കൂടിയതാണ്. പറഞ്ഞിരുന്ന ആളാണല്ലോ. ഖുർആനാണ് മറുപടി പറഞ്ഞത്. അതേ വാക്കുകൊണ്ട് ഈ സംഭവം ഉണ്ടായത് സഫാ കുന്നിന്റെ താഴ്വരയിലാണ്. ആ സമയത്ത് അത് ഓർക്കണം. മക്കം ഫതഹ് ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലയുടെ മുകളിൽ കയറി നിന്നാണ് പ്രസംഗിച്ചത്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രരാണ്, ആരുടെയും അടിമകളല്ല, നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകൂ. എന്നെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചത് ഈ സഫാ കുന്നിൽ കയറി നിന്നിട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം വലക്കൈ നബി തങ്ങൾ കഅബാലയത്തിലേക്ക് വെച്ചുകൊടുത്ത്, ബിലാൽ ഈ കൈകളിൽ ചവിട്ടി ഈ പരിശുദ്ധ ഭവനത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് വാങ്ങി വിളിക്കാൻ പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. മക്കക്കാർ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് ആ സമയത്ത് വന്ന് വിശ്വസിച്ചത് സഫാ മലയുടെ താഴ്വരയിലാണ്. നമ്മുടെ സഅി നടത്തേണ്ട, സഫാ മർവക്കിടയിലുള്ള ഓട്ടം നടത്തേണ്ട ഇടമാണ്. ഹാജറിന്റെ തവക്കുൽ അവിടെയാണ് പ്രകടമായത്. രാത്രിക്ക് ശേഷം പകലല്ലാതെ മറ്റൊന്നും വന്നില്ല, പകലിന് ശേഷം രാത്രിയല്ലാതെ ഒരാളും വന്നില്ല. റോഡ് ടു മക്കയിൽ മുഹമ്മദ് അസദ് എഴുതുന്നുണ്ട് മനോഹരമായി. മക്കയിലേക്കുള്ള പാത മുഹമ്മദ് അസദിന്റെ പാത. അതിൽ പറയുന്നുണ്ട്, ഹാജറിനെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല, ഭർത്താവില്ല, മനുഷ്യരില്ല. അങ്ങനെയാണ് ഒരു മലയുടെ മുകളിൽ കയറി ഏതോ യാത്രക്കാർ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോഴേക്കാണ് കുട്ടിയെ ഓർമ്മയാകുന്നത്. ഇസ്മായിലിന്റെ കടക്കെ പോകുന്നത് വെള്ളം തീർന്നിരിക്കുന്നു, കുഞ്ഞിനെ കൊണ്ടിട്ട് മുലപ്പാലില്ല, കാലക്കയില്ല, ഒന്നുമില്ല. കുട്ടി വാവിട്ട് കരയുകയാണ്. ആരോ പോകുന്നുണ്ടോ സഭയുടെ മുകളിലേക്ക്? ആരുമില്ല. ഉടനെ തിരിച്ചു വരുന്നു, ഉടനെ പോകുന്നു മറവയുടെ മുകളിലേക്ക്. ആരെങ്കിലും അപ്പുറത്തൂടെ പോകുന്നുണ്ടോ? ഇല്ല, ആരുമില്ല. വീണ്ടും സഭ, വീണ്ടും മറവ, വീണ്ടും സഭ, വീണ്ടും മറവ, വീണ്ടും സഭ, വീണ്ടും മറവ, 7 തവണ. അപ്പോഴാണ് തിരിച്ചു വരുമ്പോ ജിബ്രീൽ കുടിച്ച സംസം കിണർ, അതേ വെള്ളം ഉറവയായി ഒഴുകുമ്പോ അതിനൊരു തടങ്കെത്തി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹാജർ ബീവി പറഞ്ഞു, അടങ്ങ് വെള്ളമേ അടങ്ങ്, ഒരു പുഴയായൊന്നും ഒഴുകണ്ട. പുഴയായിട്ടാണ് സംസം വെള്ളം ഒഴുകിയത് എങ്കിൽ നമ്മുടെ ഡൽഹിയിലെ പല നദികൾ പോലെ ഒരു ആജിക്കും പോകാൻ പറ്റാത്ത വൃത്തികെട്ട ഒരു പുഴയായി, ഗംഗ യമുനയായി സംസം മാറുമായിരുന്നു. ആ ബുദ്ധി പ്രവർത്തിച്ചത് ഹാജർ ബീവിക്കാണ്. അടങ്ങു നദി ഇങ്ങനെ ഒഴുകണ്ട. അതാണ് അടങ്ങു അടങ്ങു എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ശ്രദ്ധേയമായ ഒരു ആഘോഷത്തിന്റെ പ്രഖ്യാപനം ഈ പറയുന്ന സഅി
പുരുഷന്മാര് നടന്നു പോകുമ്പോൾ ഒരു പച്ച മുതൽ മറ്റൊരു പച്ച വരെ ശരീരം കുലുക്കി ശക്തി കാണിച്ചോടണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഓടുന്നത്. എന്താ കാരണം? ഇസ്ലാമിക സമൂഹത്തിലെ ആളുകളും അങ്ങനെ വന്നപ്പോ, മക്കയിലേക്ക് ഉംറയ്ക്ക് വന്നപ്പോ അവര് പനി പിടിച്ച് ക്ഷീണിതരായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നമ്മൾ ക്ഷീണിതരല്ല, ശക്തരാണ്. അതുകൊണ്ട് മക്കയുടെ മലമുകളിൽ കയറി നിൽക്കുന്ന മുശ്രിക്കുകൾ അറിയട്ടെ, നമ്മൾ ശക്തന്മാരാണ്, നിങ്ങൾ ഓടൂ, ശരീരം കുലുക്കി ഓടൂ. എന്നിട്ട് പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ഒരുത്തനാണ്, അവന്റെ പ്രഖ്യാപനം, അവന്റെ വാഗ്ദാനം അവൻ നമുക്ക് പാലിച്ചിട്ടുണ്ട്. അവന്റെ അടിമയായ പ്രവാചകനെ സഹായിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് എല്ലാ ഇസ്ലാമിന്റെ എതിരാളി സംഘങ്ങളെയും അള്ളാഹു ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന വചനങ്ങൾ കൂടി അവർ പറയൽ സുന്നത്താണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവനും ഇറാഖിനെ നശിപ്പിച്ചു, സിറിയ നശിപ്പിച്ചു, അഫ്ഗാനെ നശിപ്പിച്ചു, ലിബിയ നശിപ്പിച്ചു, യമനെ നശിപ്പിച്ചു, ഫലസ്തീനെ നശിപ്പിച്ചു, ഗസയെ നശിപ്പിച്ചു, ലബനാനെ നശിപ്പിച്ചു. ഇനി ഇറാനെ കൂടി നശിപ്പിച്ചാൽ മദീനയിലേക്കുള്ള വിശാല ഇസ്രായേൽ ഉണ്ടാക്കാം. അതിനു വേണ്ടിയാണ് യുദ്ധം. പക്ഷേ ഇൻഷാ അല്ലാഹ് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണ്ട ഇടമാണത്. അവിടെയാണ് ഇസ്ലാമിനെതിരെ വന്ന ആനപ്പടകളെ, അതുപോലെയുള്ള സംഘങ്ങളെ മുഴുവനും അല്ലാഹു തകർത്തെറിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുന്ന വിജയാഘോഷമുണ്ട് സഹയിൽ. അതൊരു പാവപ്പെട്ട സഹിയല്ല, അതൊരു വിജയാഘോഷത്തിന്റെ സഹിയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസികൾക്ക് അത് ആവേശമാണ്. സഹി എന്ന് പറയുമ്പോ അതില് നമുക്ക് ഒരു നിർബന്ധമില്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും നല്ല ഇടമാണ്, അല്ലാഹുവിനെ സ്തുതിക്കാനുള്ള ഇടമാണ്, പ്രവാചകനെ ഓർക്കാനുള്ള, സഹാബികളെ ഓർക്കാനുള്ള ഇടമാണ്, നബിയുടെ പേരിൽ സ്വലാത്ത് ധാരാളമായി ചെല്ലാനുള്ള ഇടമാണ് ആ പറയുന്ന ഇടങ്ങൾ. അതുകൊണ്ട് സമയത്തിന് നല്ല പരിമിതിയുണ്ട്. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മക്കയുടെ ചുറ്റുവട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ അതിലെ ചരിത്ര പശ്ചാത്തലങ്ങൾ, അതിലെ ആത്മീയ വിചാരങ്ങൾ നമുക്കുണ്ടാകണം. നമുക്കറിയാമല്ലോ, മക്ക മാനവരാശിയുടെ തറവാടാണ്. ആദമും ഹവ്വയും ആദ്യമായി സംഗമിച്ചത് അറഫയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. നിങ്ങൾക്കറിയാമല്ലോ, മക്കയിൽ നിന്ന് 80 നാഴിക അകലെ ഒരു നാടുണ്ട്, തെറ്റായ നാമത്തിൽ അറിയപ്പെടുന്ന നാട്, അഥവാ ജിദ്ദ എന്ന് പറയുന്ന നാട്. അതൊരു ജദ്ദയാണ്, അഥവാ വല്യമ്മയാണ്, ഒരു ഗ്രാൻഡ് മദർ ആണ്. ആ ജദ്ദയിലെ ഉമരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹവ്വ ബീവിയുടെ ഖബറുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദമും ഹവ്വയും കണ്ടുമുട്ടിയതും വന്നതും മക്കയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെയാണ് അവർ ജീവിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ഖുർആൻ പെയ്തിറങ്ങിയ നാടാണത്. പ്രവാചകന്മാരുടെയും അനുയായികളുടെയും പാദസ്പർശനമേറ്റ പ്രദേശങ്ങളാണ് മക്കയുടെ ചുറ്റുവട്ടത്തുമുള്ളത്. അവിടുത്തെ പർവ്വതങ്ങളും മണലാരണ്യങ്ങളും കല്ലുകളും മരങ്ങളുമാണ്. ഒരാളും തിരുദൂതരോട് സലാം പറയാനില്ലാത്ത, ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞത് മക്കയിലെ മരങ്ങളും അതുപോലെ കല്ലുകളുമാണ് എന്ന് മനസ്സിലാക്കണം. ആ കല്ലുകൾക്കുമുണ്ട് കഥ പറയാൻ, അത് കേൾക്കാനുള്ള ചെവി ഉണ്ടാകണം. അതാണ് ഹജ്ജിന്റെ ആത്മീയത. നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഒരു കഥയില്ലേ, അതെ, കല്ലിനുമുണ്ട് ഒരു കഥ പറയാൻ. മക്കത്തെ കല്ലുകൾക്കും മലകൾക്കും കഥകൾ പറയാനുണ്ട്. പക്ഷെ കേൾക്കാനുള്ള ചെവി നമുക്കുണ്ടോ? അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അതേ സമയം നമ്മുടെ തൗർ ഗുഹയുണ്ട്, ഇറാഖ് ഗുഹയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്ലാമിന്റെ ആദ്യത്തെ വചനങ്ങൾ ഇറങ്ങിയ പ്രവാചകനെ ഒരു നാട് ആട്ടി ഓടിച്ചപ്പോ 2-3 ദിവസം വിശ്രമിച്ച ആ പ്രവാചകന് ചിലന്തി വലകളും പ്രാവുകളും മരക്കൊമ്പുകളും ആശ്വാസം നൽകിയ, പ്രതിരോധം തീർത്ത അത്തരം സ്ഥലങ്ങളൊക്കെ മക്കയുടെ ചുറ്റുവട്ടത്തുണ്ട്. വിശ്വാസികൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അതേ ബിലാലിന്റെ, സുബയ്യയുടെ, അതുപോലെ യാസിർ കുടുംബത്തിന്റെ ഒരുപാട് സഹാബികളുടെ രക്തത്തുള്ളികൾ വീണ താഴ്വര കൂടിയാണ് ഈ പറയുന്ന മക്ക, അതിന്റെ ചുറ്റുവട്ടങ്ങൾ എന്ന് പറയുന്നത്. അതോർക്കാതെ നിങ്ങളുടെ ഹജ്ജ് പൂർത്തിയാവുകയില്ല. അതോടൊപ്പം ഹജ്ജിന്റെ സഞ്ചാരത്തിലേക്ക് നമ്മൾ പോയിട്ട് അവസാനിപ്പിക്കുകയാണ്. ഹജ്ജിന്റെ സഞ്ചാരം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അറഫയിൽ വെച്ചാണ്. എന്നാൽ തലേന്ന് രാത്രി ദുൽഹജ്ജ് 8-ന് നമ്മൾ മിനയിലാണ് ഉണ്ടാവുക. കഅബാലയത്തിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള മിന എന്ന് പറയുന്ന ആ നഗരത്തിന് മുന എന്നും പേരുണ്ട്. പ്രതീക്ഷ എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഒരു പ്രതീക്ഷയിൽ നിന്ന് അറഫയിലേക്കാണ് നമ്മൾ ദുൽഹജ്ജ് 9-ന് പോകുന്നത്. ആ
ആ ദുൽഹജ്ജ് 9 മഗ്‌രിബിന് ശേഷം അവിടെ നിന്ന് മഗ്‌രിബ് നമസ്കരിക്കാതെ നമ്മള് മുസ്ദലിഫയിലേക്കാണ് വരുന്നത്. മുസ്ദലിഫയിൽ നിന്ന് മഷ്അറിൽ ഹറാമിലേക്കും വീണ്ടും മിനയിലേക്കും വീണ്ടും നമ്മള് മക്കയിലേക്കുമാണ് പോകുന്നത്. ഇപ്പൊ മുന എന്ന് പറയുന്ന പ്രതീക്ഷയിൽ നിന്ന് അറഫ എന്ന് പറയുന്ന അറിവിലേക്ക്, മുസ്ദലിഫ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മഷ്അറുൽ ഹറാം എന്ന് പറയുന്ന വികാരത്തിലേക്കാണ് പോകുന്നത്. മുസ്ദലിഫയുടെ അനുഭൂതിയാണെങ്കിൽ, മിന എന്നത് സമർപ്പണത്തിന്റെ കേന്ദ്രമാണെങ്കിൽ, മക്ക പൂർണ്ണതയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പ്രതീക്ഷയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, അറിവിൽ നിന്ന്, അനുഭൂതിയിൽ നിന്ന്, അതുപോലെ സമർപ്പണത്തിൽ നിന്ന് പ്രതിഷേധം എന്ന് പറയുന്ന കല്ലേറും കടന്നുകൊണ്ട് നമ്മൾ വീണ്ടും പൂർണ്ണതയുടെ മക്കത്തേക്ക് പോവുകയാണ്. ഇതാണ് ഹജ്ജിന്റെ യാത്ര. ഈ ആത്മാവ് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ സംഭവിച്ചത്? നമ്മൾ മിനയിൽ പോയി, അറഫയിൽ പോയി, നമ്മൾ അവിടെ പോയി, ഇവിടെ പോയി, ഹജ്ജ് കഴിഞ്ഞോ? ഹജ്ജ് കഴിഞ്ഞോ? ഞാൻ വിചാരിച്ച ഹജ്ജ് ഇങ്ങനെ അല്ലല്ലോ എന്ന് ഹജ്ജിനെ കുറ്റം പറയരുത്. അതുകൊണ്ട് ഹജ്ജിന്റെ ആത്മാവ് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് ഹജ്ജ് ആയോ എന്ന് പോലും അറിയാൻ പറ്റുള്ളൂ. അപ്പോഴേ ഹജ്ജ് നിർവൃത്തിയോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വന്തമായിട്ട് കുറെ വായിക്കണം, കുറെ മനസ്സിലാക്കണം. കാണാതെ പഠിക്കാനൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പഠിക്കാനൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഹജ്ജിലെ യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല നടക്കുന്നത്, വൈകാരികതയുടെ അടിസ്ഥാനത്തിലാണ്. പലതും ഇസ്ലാമിലെ യുക്തിപൂർണ്ണമാണ്. നമ്മളെ മുസ്ലിം ആക്കുന്ന പ്രക്രിയയാണ് ഹജ്ജിലൂടെ നടക്കുന്നത്. നിങ്ങൾ പൂർണ്ണ മുസ്ലിം ആകണം. അഥവാ നിങ്ങളോട് പറയുന്നു, ഇത് രാത്രി പുറപ്പെടണം, ഇത് രാവിലെ പുറപ്പെടണം, ഇത് ഇങ്ങനെ ഇടത്തോട്ട് ചുറ്റണം, ഇത് ഇങ്ങനെ വലത്തോട്ട് പോകണം, ഇവിടെ നിന്നിട്ട് വലത്തോട്ട് കിബിലക്ക് ഇങ്ങനെ തിരിഞ്ഞ് നമസ്കരിക്കണം, രാവിലെ പുറപ്പെടണം, ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടണം, മഗ്‌രിബ് കഴിഞ്ഞാൽ അറഫയിൽ വെച്ച് മഗ്‌രിബ് നമസ്കരിക്കരുത്. പലരും മുസ്ലിം അല്ലാതായി പോകുന്ന ഒരു ഘട്ടമാണ്. 7-7.5 ലക്ഷം കൊടുത്തിട്ട് അറഫയിൽ വന്നിട്ട് ഹജ്ജു അറഫ എന്ന് പറഞ്ഞിട്ട് അറഫയിൽ ആകെ നിങ്ങൾ സമയത്തിന് നിസ്കരിക്കേണ്ടത് നിസ്കാരമേ ഉള്ളൂ, അത് മഗ്‌രിബാണ്. ആ മഗ്‌രിബ് അറഫയിൽ വെച്ച് നിസ്കരിക്കണ്ടെന്നാണോ പറഞ്ഞത്? ഏതോ ഉസ്താദിന് തെറ്റിയതായിരിക്കും. അപ്പൊ അത് പരിശോധിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കോ? നമ്മൾ ചില കുട്ടികളെ പരിശോധിക്കാറുണ്ട് അല്ലേ? അപ്പൊ ചിലപ്പോ സാധാരണ ചെയ്യുന്നതിന് എതിരിട്ട് പറഞ്ഞിട്ട് കേൾക്കുമെന്നാണ് ഈ നോക്കുന്നത്. അപ്പൊ അത് തന്നെ പറയാണ്, ഇവിടുന്ന് മഗ്‌രിബ് നമസ്കരിക്കരുത്. ഇവിടെ അറഫയിൽ നിന്ന് മഗ്‌രിബ് ആയിട്ടേ പോകാൻ പാടുള്ളൂ. പക്ഷെ മഗ്‌രിബ് ഇവിടുന്ന് നമസ്കരിക്കരുത്, മുസ്ദലിഫയെ നമസ്കരിക്കാവൂ. പലരും ഇവിടെ പതറിപ്പോകും. പല ഉസ്താദുമാരും അതൊക്കെ അങ്ങനെ കണ്ടാവും, നബിക്ക് തെറ്റതായിരിക്കും, നിങ്ങൾ വലിയ അറഫയെ നമുക്കൊരു ജമാഅത്താക്കാലോ എന്നൊക്കെ പറയുന്ന ഉസ്താദുമാരുണ്ടാവും. അവരെ കൂടെ പോയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അത് അല്ലാഹു നിങ്ങൾ മുസ്ലിം ആണെന്ന് പരിശോധിക്കണം. അല്ലാഹു പറഞ്ഞത് നമ്മൾ കേൾക്കേണ്ടത്. എന്ത് പറഞ്ഞാലും കേൾക്കും. അതാണല്ലോ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആദർ നബിയും ജയിച്ചത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഹജ്ജിൽ പ്രതീകാത്മകമായ സംഭവങ്ങളുണ്ട്, പ്രതിജ്ഞകളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്, ചരിത്രം അനുസ്മരിക്കലുണ്ട്, അർത്ഥം വെച്ചുള്ള പ്രവാഹങ്ങളുണ്ട്, ചലനങ്ങളുണ്ട്, ചിലപ്പോൾ ശക്തി പ്രകടനമുണ്ട്, ചിലപ്പോൾ ഭക്തിസാന്ദ്രമായ അവസ്ഥകളുണ്ട്, ചിലപ്പോൾ നല്ല ശാന്തതയുണ്ട്, ചിലപ്പോൾ ചില ചടുലതകളുണ്ട്. അങ്ങനെയുള്ള ഒരു ആത്മീയ പ്രവാഹമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇത് മുഴുവനും ഉൾക്കൊള്ളാൻ സാധിക്കും. ഒറ്റ വികാരമല്ല ഉണ്ടാവേണ്ടത്. അൽ ഹജ്ജു അറഫ, ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ പ്രദേശമാണ് അറഫ. വർഷത്തിൽ ഒരിക്കൽ മാത്രം ജനങ്ങൾ താമസിക്കുന്ന ഭൂമിയിലെ ഇടമാണ് അറഫ എന്ന് പറയുന്നത്. മസ്ജിദുൽ ഹറാമിൽ 22 കിലോമീറ്റർ അകലെ 11 കിലോമീറ്റർ ചുറ്റളവിലുള്ള അറഫ ഒരു മലഞ്ചെരുവാണ്. വർഷത്തിൽ ഒരിക്കൽ എല്ലാ ആജ്മാരും സംഗമിക്കുന്ന സംഗമഭൂമിയാണ്. ജബലുർ റഹ്മയുള്ള പ്രദേശമാണ്. ആജ്മാരെല്ലാവരും ഉണ്ടാവേണ്ട ഇടം 11 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള അടയാളപ്പെടുത്തപ്പെട്ട അറഫയിൽ. ആ അറഫയിൽ ഒരാൾ എത്തിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് ഇല്ല. അത് അടുത്ത വർഷം വേറെ ഹജ്ജ് ചെയ്യണം. അതുകൊണ്ട് അറഫയിൽ ഉണ്ടായിരിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് അറഫാ ദിനം. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അല്ലാഹു അടുത്ത് വന്നത് നമ്മളെ ആദരിക്കാനാണ്. ദൂരെ നിന്ന് കാണാത്തത് കൊണ്ടല്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയുടെ ഗേറ്റ് വരെ ചെന്ന് സ്വീകരിക്കുന്നതും ഗേറ്റിന്റെ അടുത്ത് പോയി യാത്രയാക്കുന്നതും അതിഥിയോടുള്ള ആദരവിന്റെ പേരിലാണ്. അതിഥി സ്വന്തം പോകാത്തത് കൊണ്ടല്ല. അതുപോലെ അല്ലാഹു ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളെ കാണുകയാണ്, കേൾക്കുകയാണ്. ഇന്ന ആളുകളുടെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അപ്പൊ തന്നെ മലായികത്തിന് ലിസ്റ്റ് കൊടുക്കുക.
കൊടുക്കുകയാണ്. അങ്ങനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ലിസ്റ്റിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ ഇബാദത്തുകളെ, തൗബ, പാപങ്ങളെ കീറിയെറിയുന്ന ഇടമാണ്, പാപങ്ങളെ ചുട്ടരിക്കുന്ന സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. നരകമോചനം ഉറപ്പുവരുത്തുന്ന, അതോടൊപ്പം സ്വർഗം ഉറപ്പിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ഇന്ന് ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെയാകും ഇന്ന് ഉമ്മ പെറ്റ കുഞ്ഞ് കണ്ണ് തുറന്നിട്ടില്ല ഒരാളെ സൂക്ഷിച്ചു നോക്കാനേ. എന്താ അങ്ങനെ നോക്കിയിട്ട് വിരല് തുറക്കട്ടെ, ഒരാളെ കയറി ചൂണ്ടണമെങ്കിൽ നടന്നു പോകാൻ കാല് ചലിച്ചിട്ട് വേണ്ടേ? കണ്ണ് തുറന്നിട്ടില്ല, കൈ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല, കാലി കൊണ്ടൊന്നും ചെയ്തിട്ടില്ല. മനസ്സ് വളരെ ശുദ്ധമാണ്, കടിച്ച് തിന്നാൻ പറ്റുന്ന പ്രായമാണ് അല്ലെ കുഞ്ഞ്. ഇന്ന് ഉമ്മ പെറ്റ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രകൃതമാണ്. അതുപോലെ ആ ജിഹാദും അതോടൊപ്പം നമ്മൾ അറഫയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറഫ പ്രസംഗം നടത്തിയിട്ടുണ്ട്. മനുഷ്യരെല്ലാവരും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, എല്ലാവരും ഒന്നാണ്. സ്ത്രീകളെ നിങ്ങൾ പ്രത്യേകം നോക്കണമെന്ന് ഭർത്താക്കന്മാരോട് നബി പറഞ്ഞ ഇടമാണ്. എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ അറിയണം, നബിയുടെ വസിയത്താണ് നിങ്ങളുടെ അമാനത്തായ നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ നല്ല പോലെ നോക്കണം, അങ്ങേയറ്റത്തെ എക്സ്ട്രാ കെയർ കൊടുക്കണം എന്നത് അറഫ പ്രസംഗത്തിലെ വചനമാണ്. ഇതൊന്നും കേൾക്കാതെ ഹജ്ജ് ചെയ്ത് വീണ്ടും നാട്ടിലെത്തി ശണ്ട ഉണ്ടാക്കാനാണെങ്കിൽ വെറുതെ 7.5 ലക്ഷം ചെലവാക്കേണ്ടതില്ല എന്ന് വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തിരിച്ച് സ്ത്രീകളും മനസ്സിലാക്കേണ്ടതുണ്ട്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ എല്ലാമായ ഭർത്താവിനോട് അനുസരണം കാണിക്കാൻ തിരുദൂതർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ രക്തം പവിത്രമാണ്, സമ്പത്ത് പവിത്രമാണ്. അതുപോലെ ആജ്മാര് അറഫയിൽ നിൽക്കുമ്പോൾ ആ നബി തങ്ങളുടെ അറഫ പ്രസംഗം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങണം. അതുകൊണ്ട് ഒന്ന് ഗൂഗിൾ ചെയ്യുക, നബി തങ്ങളുടെ അറഫ പ്രസംഗത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന്. ഇവിടെ കണക്ക നമ്മൾ ഉണ്ടാക്കിയിരുന്നു ഒരു എക്സിബിഷൻ, അതിൽ നമ്മൾ അറഫ പ്രസംഗം ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് നബി തങ്ങൾ ഹജ്ജത്തുൽ വിദാ, അവസാനത്തെ ഹജ്ജ്, ആദ്യത്തെ നബിയുടെ ഹജ്ജ് ഖുർആനും സുന്നത്തും വിട്ടേച്ചു പോകുന്നു. നിങ്ങൾക്ക് ഞാൻ സന്ദേശം എത്തിച്ചു തന്നില്ലേ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം, ദഅവത്ത് നടത്തണം. അതേ അലിയവും ഇവിടെ വെച്ച് ദീൻ പൂർത്തിയാക്കുന്ന കാര്യത്തിറങ്ങിയ പശ്ചാത്തലത്തിലാണ് പിന്നെ നമ്മൾ മുസ്ദലിഫയിലേക്ക് പോകുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. അവിടെ ഏറ്റവും വിനീതരാകുന്ന, ഒരു തലയണയുമില്ല, ഒരു എസിയുമില്ല, ഒരു ഫാനുമില്ല, ചിലപ്പോൾ ഒരു വിരിപ്പ് പോലും ഇല്ലാതെ എല്ലാ മനുഷ്യന്മാരും ഒരു രാത്രി മരുഭൂമിയിൽ കിടന്നിറങ്ങുന്ന രാത്രിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളവരുണ്ടാകും. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങുന്നത് മുസ്ദലിഫയിലാണ്. ഒരു തലയണയും വേണ്ട, ഒരു വായനയും വേണ്ട, എല്ലാവരും മരുഭൂമിയിൽ മണലിൽ കിടന്നിറങ്ങാണ്. ഇത്ര സുഖമുള്ളവർക്ക് വേറെ ഇല്ല. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ പരിശീലനമാണ്. നമ്മൾ കടന്നു പോകുന്നത് മശ്അറുൽ ഹറാമിലൂടെയാണ്. അത് ഒരുപാട് പാഠങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അറഫയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞ് മുസ്ദലിഫ വഴി മിനായിലേക്ക് പോകുമ്പോൾ ഒരു താഴ്വരയുണ്ട്, അതാണ് വാദി മുഹസ്സർ എന്ന് പറയുന്നത്. ആനപ്പടയെ അല്ലാഹു തകർത്തെറിഞ്ഞത് ഇവിടെ വെച്ചാണ്. താഴ്വാരയെ പൊളിക്കാൻ വേണ്ടി യമനിൽ നിന്ന് പുറപ്പെട്ട അബ്രഹത്തുൽ അസ്റാമിന്റെ 60,000-ഓളം വരുന്ന പടയാളികളുടെ ആനപ്പട ഒരടി മുന്നോട്ട് പോകാതെ ആന നിന്നത് വാദി മുഹസ്സറിലാണ്. അഥവാ മിനായുടെയും മുസ്ദലിഫയും ഇടക്കുള്ള വാദി മുഹസ്സർ പള്ളിയൊക്കെ ഉണ്ട്. അപ്പോ ഏതായിരുന്നാലും അവിടെ വെച്ച് ആന മുന്നോട്ട് പോകുന്നില്ല, കുത്തിയിട്ടും ഇളക്കിയിട്ടും പോകുന്നില്ല. ആന അവിടെ കടന്നു. അബ്രഹത്തിന് ദേഷ്യം പിടിച്ചു. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ പട ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴാണ് ചെങ്കടലിന്റെ ഭാഗത്ത് നിന്ന് അബാബീൽ പക്ഷികൾ വന്നുകൊണ്ട് ചുടുകല്ലെറിഞ്ഞ് കൈ പോയി, കാല് പോയി, വയറ് പോയി, കൊടല് പുറത്തായി, ചവിട്ടി അരച്ചു ആനകൾ സൈന്യങ്ങളെ തോറ്റോടിയ പട യമനിലേക്ക് തോറ്റോടിയത് മിനയിൽ നിന്നാണ് എന്ന് കൂടി മനസ്സിലാക്കണം. അതാണ് വാദി മുഹസ്സർ. അത് അവിടെ പെട്ടെന്ന് കടന്നു പോകണം, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി ദുൽഹജ്ജ് 10-ന് കല്ലേറുണ്ട്, അതുപോലെ മുടിയെടുക്കലുണ്ട്, ബലിയുണ്ട്, തവാഫുണ്ട്, സഅയുണ്ട്, ബലിയുണ്ട്. അതിലേക്കൊന്നും അധികം പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് അറഫയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് മഗ്ഫിറത്ത് ലഭിച്ച് മശായിലൂടെ കടന്നു വന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭൂതി നേടിയ ഒരു ദിവസം. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? നിങ്ങളെ മുഖ്യ ശത്രുവിനെതിരെ കല്ലെറിയാൻ നിങ്ങൾ ചെയ്യണം. അതാണ് ജംറകളിലെ കല്ലേർ എന്ന് പറയുന്നത്. അതേ മിനായിലേക്ക് അറുക്കാൻ കൊണ്ടുപോയ സ്വന്തം പിതാവിനോട് ഇഫ്അൽ മാ തുമർ, പ്രവാചകനായ ഇബ്രാഹിം നബി അന്തിച്ചു നിന്നപ്പോ
ഇസ്മായിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജൻസി പറയുന്നുണ്ട്, എന്ത്? ഇഫ്അൽ മാ തുഅ്മർ, അല്ലാഹു കൽപ്പിച്ചത് പ്രാവർത്തികമാക്കൂ പിതാവേ. അല്ലാഹ് എന്താ കൽപ്പിച്ചത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കിനാവാണ് കണ്ടത്. അങ്ങനെ പല കിനാവും കാണും പ്രവാചകരെ, അതൊന്നും കാര്യമാക്കേണ്ടെന്ന് പറയുന്ന മക്കൾ ഇന്നുമുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞത്, നീ കണ്ടത് പ്രാവർത്തികമാക്കൂ, എന്നെ അറുക്കൂ, കഴുത്തിൽ കത്തി വെച്ചറക്കൂ. ഇനി പ്രവാചകരെ, താങ്കൾക്ക് പിതാവേ എന്റെ മുഖം കണ്ടിട്ട് അറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ കമിഴ്ത്തി കിടത്തൂ. പിന്നെയും പിതാവ് അറച്ചെന്ന് പറയുന്നുണ്ട്, എന്നെ അറക്കുമ്പോ കഴുത്തിൽ കത്തി വെച്ച് മൂർന്നറക്കുമ്പോ രക്തത്തുള്ളികൾ തെറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ വസ്ത്രത്തിൽ എവിടെ നിന്നാണ് രക്തത്തുള്ളികൾ, ഇസ്മായിൽ എവിടെ പോയി എന്ന് വീട്ടിൽ നിന്ന് ചോദിക്കുമെങ്കിൽ ആ വസ്ത്രം നിങ്ങൾ കയറ്റി കൊടുക്കൂ നബിയെ, പ്രവാചകരെ എന്ന് മകൻ പറഞ്ഞ ഇസ്മായിൽ പറഞ്ഞ മിനായിലേക്കാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോകുന്നത്. നിങ്ങളിവിടെ നല്ലൊരു ഗേടുണ്ടെങ്കിൽ ഒരു വരയുടെ മുകളിൽ ആ അടുക്കാൻ കൊണ്ടുപോയ സ്ഥലം ഒരു സ്തൂപം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അറഫയിൽ നിന്ന് പിരിഞ്ഞ് മിനായിലൂടെ മുസ്ദലിഫയിലേക്ക് കടന്നു പോകുമ്പോൾ വാദി മുഹസ്സറിന്റെ വഴിയിൽ കഴിഞ്ഞ് പോകുമ്പോൾ ഇടതുഭാഗത്ത് മലയുടെ മുകളിൽ ഒരു സ്തൂപം കാണുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി അറുത്തത് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ബലിയുടെ ദിനങ്ങളുണ്ട്. ഇമാം ഗസാലി പറഞ്ഞതുപോലെ, അല്ലയോ ഹാദി, പ്രത്യക്ഷത്തിൽ നീ കല്ലെറിയുന്നത് ജംറാത്തുകളിലാണ്, യഥാർത്ഥത്തിൽ നീ ഇബ്ലീസിനെ വിട്ടൊഴിഞ്ഞ് അല്ലാഹുവിനെ പുൽകുമ്പോഴാണ് നിന്റെ കല്ലേറ് പൂർണ്ണമാകുന്നത്. അതാണ് കല്ലേറ്. ഇബ്ലീസിനെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന കല്ലേറാണ്. ചിലപ്പോൾ ചോദിക്കും ചില ആളുകൾ, എന്തിനാണ് മൃഗങ്ങളെ ഇങ്ങനെ അറുക്കുന്നത്? ഇസ്ലാം കാരുണ്യത്തിന്റെ മതമല്ലേ? അതേ, മൃഗം നമുക്ക് അറുക്കാൻ വേണ്ടി, നമുക്ക് തിന്നാൻ വേണ്ടി അല്ലാഹു ഉണ്ടാക്കിയ ജീവിയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൃഗങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ഘട്ടത്തിൽ അത് സാമ്പത്തികമായ വലിയ വിഭവങ്ങളുമാണ്. അതോടൊപ്പം അത് റബ്ബിന് വേണ്ടി ബലി കഴിക്കുകയാണ്. ഇസ്ലാം മക്കളെ അറുക്കാൻ അനുവദിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. ഈദുൽ അദ്ഹ നാട്ടിൽ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ബലിയറുക്കുകയാണ്. അതിന്റെ മാംസം എനിക്ക് വേണ്ട, രക്തം എനിക്ക് വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തും കൊടുക്കും എന്നതിന്റെ തെളിവാണ് വേണ്ടത്. അത് തൽക്കാലം ഒരു ബലിയറുവലൂടെ മതി എന്നുള്ളതാണ് തീരുമാനിച്ചതാണ്. എന്നാൽ ഒരു ചെറിയ പരീക്ഷണം നമുക്ക് അത് തരുന്നുണ്ട് ഹജ്ജിൽ. അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ, മുടി. ആണിനും പെണ്ണിനും മുടി. നിങ്ങൾ ഇസ്മായിലിനെ കൊടുക്കണ്ട, നിങ്ങൾ തലമുണ്ടനം ചെയ്യുമെന്ന് പുരുഷന്മാരോട് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ മിനുസപ്പെടുത്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നീട്ടി വളർത്തിയ മുടിയുണ്ടല്ലോ പെണ്ണുങ്ങളെ, അതൊരു പിടി നിങ്ങൾ എനിക്ക് വേണ്ടി കട്ട് ചെയ്തിടോ, എന്നിട്ടെങ്കിലും നിങ്ങൾ ഇസ്മായിലിന് പകരം തരൂ എന്ന് പറയുന്നതും അതിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. ഒടുവിൽ നമ്മൾ എത്തുന്നത് മക്കയിൽ തന്നെയാണ്. തവാഫുൽ ഇഫാദയും സഅയും കഴിഞ്ഞ്, എല്ലാം പ്രതിജ്ഞയും കഴിഞ്ഞ്, എല്ലാ പൂർണ്ണതയും നേടി നമ്മൾ അവസാനം തവാഫുൽ വിദായിലേക്ക് പോവുകയാണ്. ഹജ്ജിന്റെ ഒടുക്കമാണ്. നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഒരു മനുഷ്യനായി, ഒരു നല്ല ഖലീഫയായി, ഒരു വിശ്വാസി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നതിന്റെ തുടക്കമാണ് ആ ഒടുക്കം എന്ന് പറയുന്നത്. അഥവാ ഹജ്ജിന്റെ ഒടുക്കം എന്ന് പറയുന്ന തവാഫുൽ വിദാ, അവസാനമായി കഅബാലയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് വിട പറയുന്ന തവാഫ്, അത് ഒരു ജീവിതത്തിന്റെ തുടക്കമാണ്. അങ്ങനെ നമ്മൾ ആ കഅബയിലേക്ക് നോക്കിക്കൊണ്ട്, അടച്ചവനെ നിന്റെ അടിമയായി, നിന്റെ യഥാർത്ഥ വിശ്വാസിയായി, മുവഹിദായി, മുഖ്ലിസായി, മുഹ്സിനായി, മുസ്ലിമായി ഞാൻ ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കഅബയിലേക്ക് നോക്കി നോക്കി നമ്മുടെ ദുയൂഫുർ റഹ്മാൻ അകന്നകന്നകന്ന് പോവുകയാണ്. ഒടുവിലെത്തുന്നത് അവന്റെ നാട്ടിലാണ്. ഇൻഷാ അല്ലാഹ് ഖിബലയുമായുള്ള ബന്ധം അവന് വീണ്ടും തുടരും. മരണശേഷം അവന്റെ മുഖം ഖബറിലേക്ക് തിരിച്ചു വെക്കും. ഇനി ഹാജ് വേണ്ടത്, അവൻ ഇനി മുതൽ ഹജ്ജ് ചെയ്താൽ അവൻ ഇസ്ലാമിന്റെ പ്രതിനിധിയാണ്, ഹറമിന്റെ അംബാസഡറാണ്, കഅബയുടെ അംബാസഡറാണ്. ഹറമിന്റെ സന്ദേശം സ്വന്തത്തിൽ ഏറ്റുവാങ്ങണം, സ്വന്തം കുടുംബത്തിന് കൊടുക്കണം, നാട്ടുകാർക്ക് കൊടുക്കണം. ഒരിക്കലും വിശുദ്ധിയിൽ നിന്ന് അകലാതെ, സ്വർഗപാതയിൽ നിന്ന് തെറ്റാതെ, ആ ഹാജിമാർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടുന്നത് വരെ സഞ്ചരിക്കണം. ഒടുവിൽ ഒറ്റ കാര്യം കൂടി പറയുന്നു. മദീന സന്ദർശനം ഹജ്ജിന്റെ ഭാഗമല്ലെങ്കിലും നമുക്ക് പുണ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ്. 3 പള്ളികൾ നമുക്ക് പുണ്യം ഉദ്ദേശിച്ച് സന്ദർശിക്കാം. അതിലൊന്ന് മസ്ജിദുൻ നബവിയാണ്, മദീനത്തെ പള്ളിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ അഭിലാഷമാണ്. നബി തങ്ങൾ അന്ത്യവിശ്രമങ്ങൾ എന്നത് മദീനയിലാണ്, റൗദ ഷരീഫിന്റെ തൊട്ടടുത്താണ്. നബി തങ്ങളുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെയാണ് നബി തങ്ങൾ മരണപ്പെട്ടത്. അതിന്റെ തൊട്ടിപ്പുറത്ത്
അപ്പുറത്ത് റൗള ശരീഫുണ്ട്. അത് ഭൂമിയിലെ സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ്. സത്യവിശ്വാസികളുടെ ആദ്യത്തെ പള്ളിയാണ്. വിശ്വാസികൾ ആദ്യം ഇസ്ലാം പഠിപ്പിച്ച പള്ളിയുടെ ഭാഗമാണ് റൗള ശരീഫ്. അവിടെയാണ് തിരുദൂതരും സഹാബികളും നമസ്കരിച്ചത്. സ്വർഗത്തിൽ ഇരുന്നത് പോലെയുള്ള ഒരു അനുഭവമുണ്ട്. അതാണ് റൗള ശരീഫ്. മദീനയ്ക്ക് ചുറ്റും ഒരുപാട് ചരിത്ര സ്ഥലങ്ങളുണ്ട്. മസ്ജിദ് ഖുബയുണ്ട്, മസ്ജിദ് ഖിബ്ലത്തൈനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉഹദ് യുദ്ധം നടന്ന പ്രദേശങ്ങളുണ്ട്. ഖന്തഖ് യുദ്ധം നടന്ന സ്ഥലം തൊട്ടടുത്ത് 3 കിലോമീറ്ററും 1 കിലോമീറ്ററും 3/4 കിലോമീറ്ററും ഒക്കെ അടുത്തുണ്ട്. അങ്ങനെയുള്ള ജന്നത്തുൽ ബഖീ ഏകദേശം ഒരുപാട് 10,000-ത്തിലധികം വരുന്ന സഹാബികളെ നബി തങ്ങളുടെ തന്നെ പ്രിയപ്പെട്ട പുത്രിമാരെ ഭാര്യമാരെ കബറടക്കം ചെയ്ത ജന്നത്തുൽ ബഖീയുണ്ട്. സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീയുണ്ട്. മദീനത്തുർ റസൂലുണ്ട്, മസ്ജിദുൻ നബവിയുണ്ട്. അവിടെയാണ് ഇസ്ലാമിന്റെ വിജയം ഉണ്ടായത്. 23 വർഷക്കാലത്തിന്റെ ഒടുവിൽ മദീനയിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് സഹീഫത്തുൽ മദീന എന്ന് പറയുന്ന 48-50 ഖണ്ഡികയുള്ള ഒരു ഭരണഘടന നിർമ്മിച്ചുകൊണ്ട് എല്ലാം ഇസ്ലാമിന്റെ പൂർണ്ണത സ്ഥാപിച്ചെടുത്ത മദീന, മദീനത്തുർ റസൂൽ ഒരു പട്ടണം പ്രവാചകന്റെ പേരിലാണ്. മസ്ജിദുൻ നബവി ഒരു പള്ളി പ്രവാചകന്റെ പേരിലാണ്. പള്ളിയും പട്ടണവും ഇസ്ലാമാണ്. പള്ളിയും പട്ടണവും പ്രവാചകന്റേതാണെന്ന് പറയുന്ന ഈ മദീന നിങ്ങൾ സന്ദർശിക്കണം. അതിന്റെ ആത്മാവും ആത്മീയതയും നിങ്ങൾ ഉൾക്കൊള്ളണം. സമയം അവസാനിക്കുന്നത് കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചില സൂചനകൾ മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഒരു സ്പിരിറ്റിൽ എന്തെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തണം. ആത്മാവ് അറിഞ്ഞുകൊണ്ട് വേണം ഹജ്ജിന് പോകാൻ. ഏതെങ്കിലും കുറെ ക്ലാസുകൾ കേൾക്കുക, ആകെ ജനങ്ങൾക്ക് തശ്വീഷ് ഉണ്ടാക്കുന്ന അത് ധരിക്കണോ ഇത് ധരിക്കണോ, ആ കളർ പറ്റുമോ ഈ കളർ പറ്റുമോ, എന്ത് ചെല്ലണം എന്ത് ചെല്ലണ്ട എന്ന രൂപത്തിൽ എന്തെങ്കിലും തശ്വീഷുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വിട്ടേക്കുക. വളരെ കൃത്യമായി അല്ലാഹുവിലേക്ക്, വളരെ കൃത്യമായി തൗഹീദിലേക്ക്, വളരെ കൃത്യമായി ഇസ്ലാമിലേക്ക് പോകുന്ന ഒരു മഹായാത്രയായി, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു യാത്രയായി ഹജ്ജിന്റെ ആത്മാവ് ഉൾക്കൊള്ളണമെന്ന് മാത്രം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് സ്വർഗ്ഗം നേടി സമാധാനത്തോടു കൂടി തിരിച്ചെത്താൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ വിട്ടേച്ചു പോകുന്ന മക്കളും സമ്പാദ്യങ്ങളും വീടും നമ്മൾ വരുമ്പോഴേക്ക് യാതൊരു ഫസാദും ഫിത്നയും ഇല്ലാതെ അത്യന്തം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആരോഗ്യപരമായ എല്ലാ പ്രശ്നങ്ങളും അകറ്റി ഇന്നുള്ള എല്ലാ വിഷമങ്ങളും നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അകറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യത്തോടു കൂടി ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. اللهم صل على محمد وعلى آل محمد وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.